വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. അന്തിമഹാകാളങ്കാവ് വേലയുടെ ഭാഗമായി വെങ്ങാനല്ലൂർ ദേശത്തിന്റെ പറയെടുപ്പിന് ആരംഭം കുറിച്ചു. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ഉറഞ്ഞുതുള്ളിയ കോമരം ഭക്തഭവനങ്ങളിലേക്ക് എഴുന്നള്ളി. ചേലക്കരയുടെ വിശ്വപ്രസിദ്ധമായ അന്തിമഹാകാളങ്കാവ് വേലയുടെ ഭാഗമായുള്ള വെങ്ങാനല്ലൂർ ദേശത്തിന്റെ പറയെടുപ്പിന് ഭക്തിസാന്ദ്രമായ തുടക്കമായി. വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിലെ അന്തിമഹാകാളൻ തിരുനടയിൽ ഇന്ന് രാവിലെ 8:30യോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്ര മേൽശാന്തി രതീഷിന്റെ പൂജകൾക്ക് ശേഷം ഉറഞ്ഞ കോമരം ജിതേഷ് കാളാത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഭക്തരുടെ വീടുകളിൽ നിന്നും നിറപറ സ്വീകരിക്കുന്നതിനായി പടിഞ്ഞാറ്റുമുറി ഭാഗത്തേക്ക് എഴുന്നള്ളി. ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് കളരിക്കൽ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സിയാർ, ട്രഷറർ വിനീത്, രക്ഷാധികാരി മോഹൻരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ ദിവസങ്ങളിലായി ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ പറയെടുപ്പ് നടക്കും. ഞായറാഴ്ച ചോലപ്പറമ്പ്, കിഴക്കുമുറി, തെക്കുമുറി പ്രദേശങ്ങളിലും 16-ാം തീയതി തിങ്കളാഴ്ച ചക്കുന്നത്ത്, മെതുക്, പരക്കാട് ഭാഗങ്ങളിലും ഭഗവാൻ എഴുന്നള്ളും. 17-ാം തീയതി ചൊവ്വാഴ്ച കിഴക്കുമുറി മെയിൻ റോഡ്, തളി, കോൽപ്പുറം, ഒറ്റയാൽപ്പടി, പട്ടാണിപ്പറമ്പ് എന്നിവിടങ്ങളിലും 18-19 തീയതികളിൽ നാട്യൻചിറ, ചേലക്കോട് പ്രദേശങ്ങളിലും ചടങ്ങുകൾ നടക്കും. 20-ാം തീയതി വെള്ളിയാഴ്ച ആലായിക്കൽ, കുളമ്പ്, മേപ്പാടം പ്രദേശങ്ങളിലെ പറയെടുപ്പോടെ ഈ ഘട്ടം പൂർത്തിയാകും. തുടർന്ന് 21-ാം തീയതി ശനിയാഴ്ച ആഘോഷപൂർവമായ വേല കൂറയിടൽ ചടങ്ങും 28-ാം തീയതി നാടിന്റെ ഉത്സവമായ അന്തിമഹാകാളങ്കാവ് വേലയും നടക്കും.
അന്തിമഹാകാളങ്കാവ് വേലയോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ അയൽക്കൂട്ടം വെങ്ങാനല്ലൂർ വേല കമ്മിറ്റിക്ക് 15,000 രൂപ സംഭാവന നൽകി. ഞങ്ങള് അയൽക്കൂട്ടം എന്ന ഒരു പ്രസ്ഥാനം 5 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയാണ്. ഞങ്ങളെ വിദേശത്തുള്ള ആളുകളും അതുപോലെ നാട്ടിലെ ആളുകളും കൂടിയിട്ട് ചേർന്ന് നടത്തുന്ന ഈ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുമായിട്ട് നമ്മുടെ ദേശവേല എന്ന് പറയുന്നത് എല്ലാവർക്കും ആവേശവും അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ നിർത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പറ്റുന്ന രീതിയിലുള്ള ഒരു സഹായ സഹകരണം ഈ പ്രാവശ്യം ചെയ്യാൻ കഴിഞ്ഞത് വളരെയധികം അതിൽ സന്തോഷം ചെയ്യാറ് അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ വിദേശത്തുള്ള കുറച്ച് ആളുകളും നാട്ടിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ 7 അഡ്മിൻ പാനലിലാണ് ആളുകളുള്ളത്. പിള്ളാലത്ത് വിനോദാണ് അതിലേറ്റവും അഡ്മിൻ മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ അതുപോലെ അനിൽ, സുരാജ്, അതുപോലെയുള്ള ആളുകളൊക്കെയാണ്. അതുപോലെ മറ്റ് അയൽക്കൂട്ടം സുഹൃത്തുക്കൾ വളരെ നല്ല രീതിയിലുള്ള സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തുടർന്നുള്ള നാളുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹായ സംഘടനകൾ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാടിന്റെ ഉത്സവത്തിന് കരുത്തു പകരാൻ അയൽക്കൂട്ടം മുന്നോട്ട് വന്നത് വലിയ മാതൃകയായി. 2026 വേലയോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശവേല കമ്മിറ്റിക്ക് അതായത് ഈ വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി പ്രദേശത്ത് ഒരു അയൽക്കൂട്ടം കൂട്ടായ്മ വേല കമ്മിറ്റിക്ക് വേണ്ടി നല്ലൊരു പൈസയാണ് ഡൊണേഷൻ ചെയ്തിരിക്കുന്ന അവരുടെ കൂട്ടായ്മയ്ക്ക് അന്തിമഹാകാളിൻ്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇതുപോലുള്ള പല സംഘടനകളും നമ്മുടെ പ്രദേശത്തുണ്ട്, നമ്മുടെ ദേശത്തിൻ്റെ തട്ടകത്തുണ്ട്. അവർക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞു. CCV ന്യൂസ് ചേലക്കര.